ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 49 സങ്കീർത്തനം 1 വാക്യം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. ദൈവവചനം ഒരു വ്യക്തിക്കോ ഒരു ജനതയ്ക്കോ മാത്രമല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കുമുള്ള സന്ദേശമാണ്. സകല ജാതികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഇത് ഒരു വലിയ നിലവിളി നമ്മളെ കേൾപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനവും ഉപദേശവും ഒരു മതത്തിനോ വർഗത്തിനോ മാത്രമല്ല, ദൈവം മനുഷ്യരെയെല്ലാം ഒരുപോലെ സ്നേഹിക്കുന്നു. വചനത്തിൽ കേൾപ്പീൻ, ചെവിക്കൊള്ളുവീൻ എന്ന് പറയുമ്പോൾ ഇതൊരു സാധാരണ കേൾവിയല്ല. മനസ്സോടെ കേട്ട് ആത്മാവോടെ ഗ്രഹിച്ച് ജീവിതത്തിൽ അതിൽ നടപ്പാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദൈവവചനം കേൾക്കുക മാത്രമല്ല, അത് ജീവിതത്തെ മാറ്റുന്ന വിധത്തിൽ സ്വീകരിക്കപ്പെടണം. സങ്കീർത്തനം മുഴുവനായി പഠിക്കുമ്പോൾ സമ്പത്തിലും ശക്തിയിലും മനുഷ്യർ അഭിമാനിക്കുന്നതായി കാണാം. എന്നാൽ യഥാർത്ഥ ജ്ഞാനം ദൈവത്തിൽ നിന്നാണ് വരേണ്ടത്. സമ്പത്ത് മനുഷ്യനെ രക്ഷിക്കുന്നില്ല, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസം മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കും. പ്രിയരെ, ഇന്ന് ലോകം പല ശബ്ദങ്ങളാൽ മുഖരിതമാണ്. എന്നാൽ ദൈവം നമ്മോട് പറയുന്നത് എൻ്റെ വചനം കേൾക്കുക എന്നാണ്. തിരക്കുള്ള ജീവിത അനുഭവങ്ങളിൽ ദൈവവചനം കേട്ട് അത് ധ്യാനിച്ച് അത് അനുസരിച്ച് ജീവിക്കുന്നവരായി നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനം കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങൾക്ക് ജ്ഞാനവും ഹൃദയവും നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.